തമലം ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന പള്ളിവേട്ട മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കും MS ടോക്സിലെ എൻ്റെ സിസ്റ്ററായിട്ടുള്ള മാളു ചേച്ചിയും ലച്ചൂട്ടിക്കും ഈ ഒരു പള്ളിവേട്ടയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗരുഡവാഹന എഴുന്നള്ളപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗരുഡവാഹന എഴുന്നള്ളിപ്പ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമല്ല, രണ്ടാമത്തെ തവണ, ഈ അമ്പലത്തിൽ രണ്ടാമത്തെ തവണ. അപ്പോൾ ഈ അമ്പലത്തിൽ തന്നെയാണ് മുൻപേ ആദ്യമായിട്ടും ഞാൻ ഗരുഡവാഹന എഴുന്നള്ളിപ്പ് കണ്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഓൾ വാച്ച് ദാറ്റ് വീഡിയോ ഓൾസോ. അപ്പോൾ എന്താ പറയുക, ഇതാണ് ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കയറി പോകുമ്പോഴുള്ള ആ ഒരു എൻട്രൻസ്. ഇവിടെയൊക്കെ ഉത്സവമായതുകൊണ്ട് തന്നെ ലൈറ്റും കൊണ്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചിയുടെ സിസ്റ്ററിനെയും ഹസ്ബൻഡിനെയും ഫാമിലിയും പരിചയപ്പെട്ടു. അവർ ഇവിടെ ഉള്ളതല്ല, അവർ മലപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ ഇപ്പോൾ ഉത്സവമായിട്ട് അവർ വന്നു. ഇതാണ് ആ ചേച്ചിയുടെ അമ്മയും അച്ഛനും, നേരത്തെ കണ്ട ആ ചേച്ചിയുടെ. ആ ചേച്ചിയുടെ ചേച്ചിയായിട്ടാണ് എൻ്റെ ചേച്ചി ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അവരൊരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ചേച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിതേ തിരിച്ച് പോവുകയാണ്. പള്ളിവേട്ടയോടൊപ്പമാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞിലേക്ക് പള്ളിവേട്ടയോടൊപ്പം ഫാമിലിയുടെ കൂടെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ, നേരത്തെ ഞാൻ മ്യൂസിയം വ്ളോഗിൽ പറഞ്ഞതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൊണ്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. കൂടാതെ ലച്ചൂട്ടിയും ആദ്യമായിട്ടാണ് പള്ളിവേട്ട കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ പള്ളിവേട്ട സമയത്ത് ലച്ചൂട്ടിയെ കാണിക്കാൻ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. ഓള് കുഞ്ഞായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾക്കും ചേച്ചിക്കും. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ് കുഞ്ഞ് കാണുന്നത്. കുഞ്ഞിക്ക് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഇതൊക്കെ കാണുന്നത് കൊണ്ട്. എനിക്കും വളരെയധികം സന്തോഷമായിരുന്നു ഇതൊക്കെ കാണുന്നതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അമ്പലത്തിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു നെഗറ്റീവ് എനർജിയും ഇല്ലാണ്ട് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഭാഗ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം നിറഞ്ഞ ആ ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വളരെ എന്താ പറയുക, വളരെ സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയേണ്ട ഒരു മൊമെൻറ്റ് തന്നെയാണ്. സോ ഐ എം വെരി ഹാപ്പി ഇവിടെ വരാൻ സാധിച്ചതിലും ഭഗവാന്റെ കൂടെ പള്ളിവേട്ടയ്ക്ക് പോകാൻ സാധിച്ചതുമൊക്കെ. ഇപ്പോൾ പള്ളിവേട്ട സമയത്ത് ഭഗവാൻ വേട്ടക്കുളത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കുളം വരെ പോയില്ല. കുഞ്ഞിനെ കൊണ്ട് രാത്രി അത്ര ദൂരം നടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ജംഗ്ഷൻ എത്തുന്നത് വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പള്ളിവേട്ട സമയത്ത് അവിടെ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളും ഫ്ലക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് തട്ടങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വർഷത്തിലൊരിക്കൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ വർഷത്തെ പള്ളിവേട്ട ഇപ്പോൾ തീരാൻ പോകുന്ന സമയത്ത് നെക്സ്റ്റ് പള്ളിവേട്ട പെട്ടെന്ന് വരണേ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഉത്സവം പെട്ടെന്ന് വരണേ, നെക്സ്റ്റ് ആറാട്ട് പെട്ടെന്ന് വരണേ എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ബ്ലെസ്ഡ് കൊണ്ടായിരിക്കാം എനിക്ക് ആറാട്ടിനും പങ്കെടുക്കാൻ സാധിച്ചു. ആറാട്ടിന് പോയതും ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസമുണ്ട്, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലച്ചൂട്ടിയും ചേച്ചിയും വീട്ടിലാക്കിയതിന് ശേഷം അച്ഛനെയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തിട്ട് ലൈറ്റൊക്കെ കാണാൻ വീണ്ടും ഇറങ്ങി. അപ്പോൾ ലൈറ്റൊക്കെ കണ്ടു. ഈ ലൈറ്റ് സെറ്റിങ്സ് അടിപൊളിയല്ലേ, എന്നാ രസമല്ലേ, അടിപൊളി. ഇത് കാണുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാനിട്ടാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ മറ്റന്നാളത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം ഉള്ളവരെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഉള്ളവർ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.